ഹായ്, വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് സം ഓർഗാനിക് കോമ്പൗണ്ട്സ്, ചില ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. ഓക്കെ, അപ്പൊ നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ആണ്. വളരെ എളുപ്പമുള്ള കുഞ്ഞു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് വേഗം ഒട്ടും സമയമില്ല, അപ്പൊ സമയം കളയാൻ നമുക്ക് ക്വസ്റ്റിലോട്ട് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ. നാച്ചുറൽ റബ്ബറിന്റെ, പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഏത്? അതിനു മുമ്പ് മോണോമർ എന്താണ്, പോളിമർ എന്താണെന്നുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടേംസ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ടേംസ് ആണ്. അതെന്താണെന്ന് നോക്കാം. എന്താണ് മോണോമർ എന്ന് വെച്ചാല്? മോണോമർ എന്ന് വെച്ചാല് ഇതാണ് മോണോമർ. അതായത് ഒരു മുത്തുമാലയില് കുറെ മുത്തുകൾ ഉണ്ടാവും അല്ലെ, കുറെ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ മോണോമർ എന്ന് പറയണത്. ഈ കുഞ്ഞു കുഞ്ഞു മുത്തുകളെ ചേർത്ത് എത്ര വലിയ മാല വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ മാലയാണ് പോളിമർ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചേക്കാം. മുത്തുമാലയിലെ മുത്തുകളാണ് മോണോമർ എങ്കിൽ ഇവർ ചേർന്നുണ്ടാക്കുന്ന വലിയ മാലേനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. അപ്പൊ മോണോമർ എന്തുട്ടാ? അതായത് അറ്റോമിക് മാസ് കുറവുള്ള കുറെ കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ചേർന്നിട്ട് ഒരു വലിയ മോളിക്യൂളായിട്ട് മാറും. ഇത്തരം റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ. പോളി എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം തന്നെ മിനി എന്നാണ് കേട്ടാ. അറ്റോമിക് മാസ് കുറവുള്ള കുറെ കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ചേർന്നിട്ട് വലിയ മോളിക്യൂളായിട്ട് മാറും. ഇത്തരം കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. ആ കൂടിച്ചേരുന്ന കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് നമ്മൾ മോണോമർ എന്ന് വിളിക്കും. അവർ ചേർന്നുണ്ടാകുന്ന വലിയ മോളിക്യൂൾ നമ്മൾ പോളിമർ എന്ന് വിളിക്കും. മോണോമർ പോളിമർ ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് പോളിമറൈസേഷൻ. മോണോമർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ മുത്തുമാലയിലെ മുത്തുകൾ ഓർക്കുക. അത് ചേർന്നിട്ട് എത്ര നീളമുള്ള മുത്തുമാല വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ മുത്തുമാല നമ്മുടെ പോളിമർ ആണെങ്കിൽ അതിൽ മുത്താണ് നമ്മുടെ മോണോമർ. കുറെ പോളിമേഴ്സ് ഉണ്ട്, കുറെ മോണോമേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നേച്ചറില്, പ്രകൃതിയില് അവൈലബിൾ ആയിട്ടുള്ള ഒരു പോളിമർ ആണ് നമ്മുടെ റബ്ബർ. റബ്ബർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ പ്രകൃതിയില് അവൈലബിൾ ആയിട്ടുള്ള ഒരു പോളിമർ ആണ് റബ്ബർ. ഈ റബ്ബറിന്റെ മോണോമറിന്റെ പേരെന്താണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഐസോപ്രിൻ എന്നാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാട്ടാ. ഓക്കെ, അപ്പൊ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്. അതിന്റെ മോണോമർ ആണ് ഐസോപ്രിൻ. അപ്പൊ ഇതിന്റെ ഓക്കെ, അത്രേ ഉള്ളൂ. അത് ഞാൻ അടുത്ത പ്രാവശ്യം പറയാട്ടാ. അപ്പൊ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് നമ്മുടെ നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പോളിമർ ആണ്. അതിന്റെ മോണോമറിന്റെ പേരാണ് ഐസോപ്രിൻ. ഐസോപ്രിൻ ഐസോപ്രിൻ മറക്കരുത്, പഠിച്ചു വെച്ചോളണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ആദ്യം നോക്കിയേ, വിനൈൽ ക്ലോറൈഡ്, പോളി വിനൈൽ ക്ലോറൈഡ്. ഇതിൽ വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് മോണോമർ ആണ്. വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് മോണോമർ ആണ്. പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് അതിന്റെ പോളിമർ ആണ്. വിനൈൽ ക്ലോറൈഡ് മോണോമർ, പോളി വിനൈൽ ക്ലോറൈഡ് പോളിമർ. അടുത്ത നോക്കാം. മോണോമറിന്റെ പേര് തന്നിട്ടില്ല, പോളിമറിന്റെ പേര് തന്നിട്ടുണ്ട്. എന്താ? പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. എത്തീൻ, പോളി ടെട്രാഫ്ലൂറോ എത്തീൻ ആണ് നമ്മുടെ പോളിമർ. സോ മോണോമറിന്റെ പേര് നമ്മൾ കണ്ടുപിടിക്കണം. ടീച്ചർ ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചേക്കാട്ടാ. അപ്പൊ എന്റെ പേര് അനുശ്രീ എന്നാണ് കേട്ടാ. ഞാൻ MBBS ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡോക്ടറായി. എന്റെ പേരെന്താണ്? അനുശ്രീ എന്നാണ്. MBBS ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ഈ അനുശ്രീ എന്നുള്ള പേരിന്റെ ഫ്രണ്ടില് ഡോക്ടർ എന്ന് ചേർക്കും അല്ലെ. വല്ല വ്യത്യാസം എന്താ? എന്റെ പേരിന്റെ ഫ്രണ്ടില് ഡോക്ടർ എന്ന് ചേർത്തു. അതേപോലെ മോണോമറിന്റെ പേര് വിനൈൽ ക്ലോറൈഡ് എന്നാണ്. പോളിമറൈസേഷൻ കഴിയുമ്പോ MBBS കഴിഞ്ഞ പോലെ ഇവിടെ പോളിമറൈസേഷൻ കഴിയുമ്പോ മോണോമറിന്റെ പേരിന്റെ മുന്നിലായിട്ട് പോളി എന്ന് ചേർക്കും. മോണോമറിന്റെ പേരിന്റെ ഫ്രണ്ടിലായിട്ട് പോളി എന്ന് ചേർത്താൽ നമുക്ക് പോളിമറിന്റെ പേര് കിട്ടും. അതാണ് ശ്രദ്ധിച്ചേക്കാട്ടാ. മോണോമറിന്റെ പേരെന്താണോ അതിന്റെ ഫ്രണ്ടില് പോളി എന്ന് ചേർത്താൽ പോളിമറിന്റെ പേരായി. ഇവിടെ നോക്കിയേ, പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ ആണ് നമ്മുടെ പോളിമർ. അപ്പൊ അതിൽ നിന്ന് പോളി കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോണോമറിന്റെ പേര് കിട്ടും. അപ്പൊ ഇവിടുത്തെ മോണോമറിന്റെ പേരാണ് ടെട്രാഫ്ലൂറോ ഈത്തീൻ. മോണോമറിന്റെ പേരാണ് എന്ത്? ടെട്രാഫ്ലൂറോ ഈത്തീൻ. ഇപ്പുറത്താണ് വരാട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ മോണോമറിന്റെ പേരാണ് എന്ത്? ടെട്രാഫ്ലൂറോ ഈത്തീൻ. മലയാളം നോക്കി ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. വിനൈൽ ക്ലോറൈഡ്, പോളി വിനൈൽ ക്ലോറൈഡ് ഡാഷ് പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. പോളി ടെട്രാഫ്ലൂറോ ഈത്തീന്റെ മോണോമറിന്റെ പേര് നമ്മൾ കണ്ടുപിടിക്കണം. പോളി ടെട്രാഫ്ലൂറോ ഈത്തീനിൽ നിന്ന് പോളി കളഞ്ഞാല് മോണോമറിന്റെ പേരായിട്ടാ. എപ്പോഴും ഓർത്തു വെക്കുക, എളുപ്പമാണ്. അതൊന്ന് തെറ്റിച്ച് വെക്കരുത് കേട്ടാ. അടുത്ത ദിവസം നോക്കാം. Which among the following molecule can undergo addition reaction?
അഡീഷൻ രാസപ്രവർത്തനം അണ്ടർഗോ ചെയ്യാൻ പറ്റുന്ന സംയുക്തം ഏത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡീഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള സംയുക്തങ്ങള്, സാച്ചുറേറ്റഡ് അല്ലാത്ത അതായത് അപൂരിത സംയുക്തങ്ങൾ മാത്രമാണ് അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. എന്താ ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടാ. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള അപൂരിത സംയുക്തങ്ങളാണ് അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോ ENE ഉള്ളവര്, ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ YNE ഉള്ളവര്. അപ്പൊ ENEയോ YNEയോ ഉള്ളവരാണ് നമ്മൾ എന്താ അണ്ടർഗോ ചെയ്യുന്നത്, അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള മോളിക്യൂൾസ് നോക്കിയേ, മീഥൈൻ ANE ആണല്ലേ, ഇതൊരു ആൽക്കെയിൻ ആണ്, സോ അവിടെ അഡീഷൻ റിയാക്ഷൻ നടക്കില്ല. ഈഥൈൻ അവിടെയും ANE ആണ്, അതും ഒരു ആൽക്കെയിൻ ആണ്, സോ അവിടെ എന്ത് നടക്കില്ല, അഡീഷൻ റിയാക്ഷൻ നടക്കില്ല. പ്രൊപ്പീൻ ENE, പ്രൊപ്പീൻ എന്ന് പറയുമ്പോൾ ENE ആണ്, സോ ഇത് ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്, ഇതൊരു അപൂരിത സംയുക്തമാണ്, ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, സോ പ്രൊപ്പീൻ അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. പ്രൊപ്പീനില് അഡീഷൻ റിയാക്ഷൻ നടക്കും. അടുത്ത് നോക്കിയേ ബ്യൂട്ടേൻ, അവിടെയും ANE ആണ്, അവിടെ എന്ത് നടക്കില്ല, അവിടെ അഡീഷൻ റിയാക്ഷൻ നടക്കില്ല. അഡീഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് മാത്രമാണ് അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ഓക്കെ, ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള അപൂരിത സംയുക്തങ്ങള് അഡീഷൻ റിയാക്ഷൻ നടന്നാല് പൂരിത സംയുക്തമായിട്ട് മാറും. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാം കേട്ടാ. അപ്പൊ ANE ഉണ്ടോ അല്ലെങ്കിൽ ENE ഉണ്ടോ YNE ഉണ്ടോ നോക്കിയാൽ മതി. ANE അല്ല, ENEയോ YNEയോ പറഞ്ഞ് അവസാനിക്കുന്ന മോളിക്യൂൾസ് മാത്രമേ അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എത്തനോയിക് ആസിഡ് ഇസ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഹാവിംഗ് ഇൻഡസ്ട്രിയൽ വാല്യൂസ്. അതായത് നമ്മുടെ വ്യാവസായികമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ആസിഡ് ആണ് നമ്മുടെ എത്തനോയിക് ആസിഡ്. ഓക്കെ, ഹൗ എത്തനോയിക് ആസിഡ് ഇസ് മാനുഫാക്ചർഡ് ഇൻഡസ്ട്രിയലി. വ്യാവസായികമായിട്ട് എത്തനോയിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമ്മുടെ മെത്തനോള് CH3OH, മെത്തനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ്. മെത്തനോളും കാർബൺ മോണോക്സൈഡും ഒരു കാറ്റലിസ്റ്റ്, ഒരു ഉൾപ്രേരകത്തിന്റെ പ്രസൻസിൽ, ഒരു ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തില് ഇവർ തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്, എത്തനോയിക് ആസിഡ് ഉണ്ടാവുന്നത് കേട്ടോ. ഓർത്ത് വെക്ക. ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി പഠിച്ചോളണം കേട്ടോ. എന്താണ് മെത്തനോള് കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ എത്തനോയിക് ആസിഡ് കിട്ടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എത്തനോയിക് ആസിഡ് ചോദിച്ചെങ്കിൽ നമ്മുടെ എക്സാമിന് എന്ത് ചോദിക്കാം, എത്തനോളിന്റെ പ്രിപ്പറേഷൻ ചോദിക്കാം, മെത്തനോളിന്റെ പ്രിപ്പറേഷൻ ചോദിക്കാം, എസ്റ്ററിന്റെ പ്രിപ്പറേഷൻ ചോദിക്കാം. ഇതൊക്കെ എന്റെ കുട്ടികൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നമ്മൾ എഴുതി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. അപ്പൊ എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പം മെത്തനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ്. മെത്തനോളും കാർബൺ മോണോക്സൈഡും ഒരു ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ എത്തനോയിക് ആസിഡ് ഉണ്ടാവുന്നത്. അടുത്തത്, ഗിവ് എനി വൺ യൂസ് ഓഫ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡിന്റെ ഏതെങ്കിലും ഒരു യൂസ് എഴുതാൻ. എന്താണ്? റയോൺ നിർമ്മാണം, റയോൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. സിൽക്ക് ഇൻഡസ്ട്രിയിൽ, റബ്ബർ ഇൻഡസ്ട്രിയിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും പ്രോപ്പർട്ടീസും യൂസസും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ടീച്ചർ ഒന്നും കൂടെ വായിക്കുന്നില്ല. അടുത്ത് നോക്കാം. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ റിയാക്ഷൻ ഗിവൻ ബിലോ. കുറച്ച് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ആദ്യം തന്നെ എന്താ ചെയ്യണം, മാച്ച് ചെയ്യണം, എന്നിട്ട് ആ റിയാക്ഷന്റെ പേര് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. CH3 സിംഗിൾ ബോണ്ട്, CH3 + Cl2. നോക്കിയടാ, റിയാക്ടൻസ് ആയിട്ടുള്ള ഒരു ആൽക്കെയിൻ ആണുള്ളത്. റിയാക്ടൻസ് ആയിട്ടുള്ള ഒരു ആൽക്കെയിൻ ഉണ്ട്, കൂടെ ക്ലോറിനോ ബ്രോമിനോ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെ ആണ്. റിയാക്ടൻസ് ആയിട്ടുള്ള ആൽക്കെയിൻ ആണുള്ളത്, കൂടെ ക്ലോറിനോ ബ്രോമിനോ ആണുള്ളതെങ്കിൽ ഉറപ്പിച്ച് പറയാം ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാല് ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് കേട്ടാ. ഒരു ആൽക്കെയിൻ എന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ട്, കൂടെ ഒരു ക്ലോറിനോ ബ്രോമിനോ ആണെങ്കിൽ ഉറപ്പിക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാല്, സബ്സ്റ്റിറ്റ്യൂഷൻ രാസപ്രവർത്തനം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ആദേശ രാസപ്രവർത്തനം എന്നൊക്കെ പറയും. എന്താണ് അതിന്റെ അർത്ഥം? അതായത് നമ്മുടെ ഓൾറെഡി ഉള്ള ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ അർത്ഥം. ഫുട്ബോളൊക്കെ നിങ്ങൾ കളിക്കാറുള്ള അല്ലെ, എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ അർത്ഥം? ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ മാറ്റിയിട്ട് പുതിയ ഒരാളെ ഇറക്കുക അല്ലെ, അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഹൈഡ്രോ കാർബണിൽ ഓൾറെഡി ഉള്ള ആരൊക്കെയാണ് ഉള്ളത്? ഓൾറെഡി ഉള്ള എലമെന്റ്സ് ആണ് കാർബണും ഹൈഡ്രജനും. അതിൽ നിന്ന് ഹൈഡ്രജൻ പോയിട്ട് പകരം വേറെ ആള് വരാം.
അങ്ങനെയുള്ള റിയാക്ഷനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു ഹൈഡ്രോ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയിട്ട് പകരം ക്ലോറിനോ ബ്രോമിനോ വരുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. ആദേശ രാസപ്രവർത്തനത്തിന്റെ പ്രൊഡക്റ്റിന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആയിരിക്കും റിയാക്ടൻ സൈഡിൽ ഉണ്ടാവുക. അതിന് തൊട്ടടുത്തുള്ള കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കളയാ, പകരം അവിടെ ആരെഴുതാ? ക്ലോറിൻ എഴുതാം. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടാം CH3. ബോണ്ടിലൊന്നും ഒരു വ്യത്യാസമില്ല. ഈ CH3 എന്നുള്ളത് എന്താവും? അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയും, അപ്പൊ എന്താവും? CH2 ആവും. പകരം അവിടെ ആര് വരും? ക്ലോറിൻ വരും. ഒരു പ്രൊഡക്റ്റ് ആയി. ഇനി ഇവിടെ നിന്ന് പോയ ഹൈഡ്രജനും Cl2 എന്ന് പറയുമ്പോൾ അവിടെ 2 ക്ലോറിൻ ഇല്ലേ, അവിടെ ബാക്കിയുള്ള ക്ലോറിനും ചേർന്നിട്ട് HCl ആയിട്ട് മാറും. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ HClO HBrO ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അത് ഓർത്ത് വെക്കാട്ടാ. ഉപോൽപ്പന്നമായിട്ട് HClO HBrO കിട്ടും. അടുത്ത ദിവസം നോക്കാം. റിയാക്ടൻ സൈഡിൽ ഓക്സിജൻ ഉണ്ടോ? കണ്ണടച്ച് നമുക്ക് എഴുതാം. റിയാക്ടൻ സൈഡിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം അത് കമ്പഷൻ ആണ്, ജ്വലനമാണ്. ഓക്കെ, കമ്പഷൻ ആണ്, ജ്വലനമാണ്. ഓക്കെ, ഈ കമ്പഷൻ എത്ര വലിയ ഹൈഡ്രോ കാർബൺ ആണെങ്കിലും എത്ര ചെറിയ ഹൈഡ്രോ കാർബൺ ആണെങ്കിലും കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഫിക്സ്ഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആണ് കമ്പഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടാം. രണ്ടാമത്തെ റിയാക്ഷൻ അപ്പോൾ കമ്പഷൻ ആണ്. ഓക്സിജൻ കണ്ടോ? ഉറപ്പിക്കാം കമ്പഷൻ, ജ്വലനമാണ്. നോക്കാം, ഡബിൾ ബോണ്ട് വിത്ത് N. ഡബിൾ ബോണ്ടും എന്നും ഡബിൾ ബോണ്ടും ഒന്ന് കണ്ട ഉറപ്പിക്കാം എന്താണ്? പോളിമറൈസേഷൻ ആണ്. ഡബിൾ ബോണ്ട് ഉള്ള സംയുക്തങ്ങള്, നിബന്ധനമുള്ള സംയുക്തങ്ങളുടെ പോളിമറൈസേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ റിയാക്ടൻ സൈഡിൽ എന്നൊന്നും കൂടെ ഉണ്ടാവും, ഉറപ്പിച്ച് പറയാം എന്താണ്? പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷന്റെ പ്രൊഡക്റ്റ് എങ്ങനെ ഇടാൻ ടീച്ചർ പറഞ്ഞുതരാം കേട്ടാ. നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്, N ഉണ്ട്, ഉറപ്പിക്കാം പോളിമറൈസേഷൻ ആണ്. ഡബിൾ ബോണ്ട് ഉണ്ട്, N ഉണ്ട്, ഉറപ്പിക്കാം എന്തായിരിക്കും? പോളിമറൈസേഷൻ തന്നെയായിരിക്കും. പ്രൊഡക്റ്റ് എഴുതാൻ എളുപ്പമാണ്. ഈ മോണോമറിന്റെ ഡബിൾ ബോണ്ട് കളഞ്ഞിട്ട് അങ്ങനെ തന്നെ ആദ്യം എഴുതാം. CH2 സിംഗിൾ ബോണ്ട് CH2 എന്നാവും. രണ്ട് സൈഡിലും സ്ക്വയർ ബ്രാക്കറ്റ് ഇടാ. സ്ക്വയർ ബ്രാക്കറ്റിന്റെ മിഡിലായിട്ട് ബോണ്ട് കൊടുക്കുക, അടിയിൽ N കൊടുക്കുക, പോളിമറായി. ഇത്രേ ഉള്ളൂ. കാണുന്നില്ല, ടീച്ചർ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. മോണോമറിനെ ഡബിൾ ബോണ്ട് കളഞ്ഞിട്ട് എടുത്ത് എഴുതാം. പ്രൊഡക്റ്റ് സൈഡിലോട്ട് എടുത്ത് എഴുതാം. രണ്ട് സൈഡിലും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റിന്റെ മിഡിലായിട്ട് ബോണ്ട് വരയ്ക്കുക, അടിയിൽ N കൊടുക്കുക. കിട്ടിയത് പോളിമറിന്റെ പേര് കിട്ടിയിട്ടാ. നെക്സ്റ്റ് നോക്കി, പ്രൊഡക്റ്റ് ഏതാണ്? അടുത്ത നോക്കാം. ഒരു റിയാക്ടന്റ് ഉള്ളൂ. ഒരു റിയാക്ടന്റ് ആണെങ്കിൽ തെർമൽ ക്രാക്കിംഗ് തന്നെയായിരിക്കും. റിയാക്ടന്റ് സൈഡിൽ ഒരാളുള്ളൂ, മിനിമം 3 കാർബൺ ആറ്റെങ്കിലും അയാൾക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനാണ്. എന്താണ് തെർമൽ ക്രാക്കിംഗ് എന്ന് വെച്ചാൽ? ക്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ തെർമൽ ഹീറ്റ്, അതായത് ഒരു ഹൈഡ്രോ കാർബൺ നമ്മൾ ചൂടാക്കുമ്പോൾ, എയറിന്റെ ആബ്സെൻസിൽ ചൂടാക്കുമ്പോൾ അവിടെയുള്ള ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വലിയ ഹൈഡ്രോ കാർബൺ കുഞ്ഞു കുഞ്ഞു ഹൈഡ്രോ കാർബൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. തെർമൽ ക്രാക്കിങ്ങിന്റെ പ്രത്യേകതയാണ് 2 പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു അൺസാച്ചുറേറ്റഡ് പ്രൊഡക്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, 2 പ്രൊഡക്റ്റും ഹൈഡ്രോ കാർബൺ തന്നെയായിരിക്കും. തെർമൽ ക്രാക്കിങ്ങിന് ഇതേ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രൊഡക്റ്റ് തന്നിട്ടില്ല എങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2 ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. ഇത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം നോക്കിയിട്ട് അടുത്ത പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കും. നോക്കി, ഇവിടെ റിയാക്ടൻ സൈഡില് C3H8, അതായത് 3. ഇതാണ് റിയാക്ടന്റെ മോളിക്കുലർ ഫോർമുല. തന്മാത്രാ സൂത്രം എന്താണ്? C3H8 ആണ്. 3 കാർബൺ ഉണ്ട്, 8 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലും അപ്പൊ എത്ര വേണം? ആകെ 3 കാർബണും വേണം, 8 ഹൈഡ്രജനും വേണം. ഇവിടെ എത്ര കാർബൺ ഉള്ളോ? 2 കാർബണും 4 ഹൈഡ്രജനും ആണ് ഉള്ളത്. അതിനർത്ഥം എന്താ? ബാക്കിയുള്ള ആൾക്കാർ എവിടെ ഉണ്ടാവും? അടുത്ത പ്രൊഡക്റ്റിൽ ഉണ്ടാവും. ഓക്കെ, 3. ബാക്കി എത്ര കാർബൺ ഉണ്ട്? 1. അപ്പൊ അത് അടുത്ത പ്രൊഡക്റ്റിൽ വന്നു. 8 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ഇവിടെ 4 എണ്ണം ഉള്ളൂ. ഇനി എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ അത് അടുത്ത പ്രൊഡക്റ്റിൽ. ഇങ്ങനെയാണ് തെർമൽ ക്രാക്കിങ്ങിന്റെ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കാം. എന്താണ്? തെർമൽ ക്രാക്കിങ്ങിന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഫിക്സ്ഡ് പ്രൊഡക്റ്റ് പറയാനായിട്ട് പറ്റില്ല. ടെമ്പറേച്ചറും പ്രഷറും, അതായത് താപനിലയും മർദ്ദവും മാറുന്നതിനനുസരിച്ച് പല പ്രൊഡക്റ്റുകളും നമുക്ക് കിട്ടും. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, അടുത്ത പ്രൊഡക്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. ഒരു ഉൽപ്പന്നം തന്നിട്ടുണ്ടായിരിക്കും, അടുത്ത ഉൽപ്പന്നത്തിന്റെ പേര് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറയും. ചിലപ്പോൾ ഒരു ഉൽപ്പന്നം തന്നിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2 ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതാം. എന്നിട്ട് കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം നോക്കിയിട്ട് നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് റിയാക്ടൻ സൈഡ് അല്ലെങ്കിൽ അഭികാരങ്ങളുടെ വശത്ത് എത്ര കാർബൺ ഉണ്ടോ അത്രയും പ്രൊഡക്റ്റ് തന്നെ, അത്രയും കാർബൺ തന്നെ എവിടെ ഉണ്ടാവും? ഉൽപ്പന്നത്തിന്റെ വശത്ത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിലും ഉണ്ടാവും. അതേപോലെ റിയാക്ടൻ സൈഡിൽ അല്ലെങ്കിൽ അഭികാരങ്ങളുടെ വശത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ തന്നെ പ്രൊഡക്റ്റ് സൈഡിലും ഉണ്ടാവും. ഈ ഒരു കാര്യം സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു കാര്യം ഓർത്തിട്ട് നമുക്ക് ഇതിന്റെ അടുത്ത പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്നുകൂടെ പറയാം. റിയാക്ടൻ സൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ തന്നെ പ്രൊഡക്റ്റ് സൈഡിൽ വേണം.
റിയാക്ടന്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ തന്നെ പ്രൊഡക്റ്റ് സൈഡിൽ വേണം. കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് രണ്ട് പ്രൊഡക്റ്റിനെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതേപോലത്തെ ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ. അല്ലാണ്ട് ഇന്ന പ്രൊഡക്റ്റ് കിട്ടുള്ളൂ, നമുക്ക് ഇവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അവസാനത്തെയാണ് എന്ത്, തെർമൽ ക്രാക്കിംഗ്. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ എക്സ്. എക്സ് എന്ന് പറഞ്ഞ കെമിക്കൽ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. നോക്കി പറഞ്ഞ പോലെ റിയാക്ടൻസ് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ട്, ഉറപ്പിക്കാം കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനമാണ്. കമ്പഷത്തിന്റെ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആയിരിക്കും. വാട്ടർ തന്നിട്ടുണ്ട്, അപ്പൊ അടുത്ത ആളാരാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. അടുത്ത നോക്കാം, നെയിം ദ റിയാക്ഷൻ വൈ. നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്, എൻ ഉണ്ട്, പോളിമറൈസേഷൻ. അപ്പൊ രണ്ടാമത്തെ എന്ന് പറയുന്നത് പോളിമറൈസേഷൻ ആണ്, ഉറപ്പിച്ച് പറയാം പോളിമറൈസേഷൻ ആണ്, യാതൊരു സംശയവും ഇല്ല. ഓക്കെ, അടുത്തത് റൈറ്റ് എനി വൺ യൂസ് ഓഫ് ടെഫ്ലോൺ. നമ്മുടെ ടെസ്റ്റിൽ വളരെ കുറച്ച് പോളിമേഴ്സിന്റെ യൂസസ് കൊടുത്തിട്ടുണ്ട്. ആ യൂസസ് നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടെഫ്ലോണിന്റെ യൂസ് ആണ്. ടെഫ്ലോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക് കുക്ക്വെയേഴ്സിന്റെ ഒക്കെ ഹാൻഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പോളിമേഴ്സിന്റെ യൂസസ് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് അവിടുന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കോമ്പൗണ്ട്സ് ഫ്രം ദ ബോക്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതായത് കുറച്ച് കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ സ്ട്രക്ചർ ഒക്കെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് താഴെ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാം. വിച്ച് ഈസ് കാർബോസിലിക് ആസിഡ്. അതായത് മുകളിൽ തന്നിട്ടുള്ളതിൽ കാർബോസിലിക് ആസിഡ് ആര്? കാർബോസിലിക് ആസിഡിൽ ആരുണ്ട്? COH ഉണ്ട്. COH ഉള്ളവരെയാണ് നമ്മൾ കാർബോസിലിക് ആസിഡ് എന്ന് പറയാം. നമ്മൾ ശ്രദ്ധിക്കുക, കാർബോസിലിക് ആസിഡിൽ ആരുണ്ട്? COH ഉണ്ട്. COH ഉള്ളവരെയാണ് നമ്മൾ കാർബോസിലിക് ആസിഡ് എന്ന് വിളിക്കുക. ഇവിടെ COH ഉള്ളത് എവിടെയാണ്? ഇവിടെ മാത്രമാണ് അല്ലെ, CH3COH. അപ്പൊ നമ്മുടെ കാർബോസിലിക് ആസിഡ് ആണ് എന്ത്? CH3COH. ഓർത്ത് വെക്കുക, കാർബോസിലിക് ആസിഡില് COH ഉണ്ട്. COH ഉള്ളവരെ മാത്രമേ നമുക്ക് കാർബോസിലിക് ആസിഡ് എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത് നോക്കാം, വിച്ച് കോമ്പൗണ്ട് ഈസ് ആൻ എസ്റ്റർ. എസ്റ്ററിൽ ആരുണ്ട്? എസ്റ്ററിൽ CO ഉണ്ട്, COO ലിങ്കേജ് ഉള്ളവരെ മാത്രമാണ് എസ്റ്റർ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ എല്ലാ എസ്റ്ററിലും COO ലിങ്കേജ് ഉണ്ടായിരിക്കും. തന്നിട്ടുള്ള സംയുക്തങ്ങളിൽ CO ലിങ്കേജ് ഉള്ളത് ഒരേ ഒരു കോമ്പൗണ്ട് മാത്രമാണ്. സോ അതായിരിക്കും നമ്മുടെ എസ്റ്റർ. എന്താണത്? CH3COO CH2CH3. അതാണ് നമ്മുടെ എസ്റ്റർ കേട്ടോ. നെക്സ്റ്റ് നോക്കാം, ഐഡന്റിഫൈ എത്തനോൾ. ഓൾ നോക്കി, OH നമ്മൾ എങ്ങനെ വായിക്കും ഇംഗ്ലീഷിൽ? OH എന്ന് പറയുമ്പോൾ എത്തനോൾ. അതായത് എത്തനോളിലുള്ള ആളാണ് നമ്മുടെ OH, അല്ലെങ്കിൽ OH ഉള്ള ആൾക്കാരെ നമ്മൾ ഓൾ എന്ന് വിളിക്കുക. എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ. ഓൾ എന്ന് പറഞ്ഞിടത്തൊക്കെ ആരുണ്ട്? OH ഉണ്ട്. ഇവിടെ എത്തനോൾ ഏതാണ്? അപ്പൊ CH3CH2OH. എത്തനോൾ ആണിത്, CH3CH2OH. നെക്സ്റ്റ്, which substance is used in the industrial preparation of ethanol. എത്തനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത് ആരെയാണ് നമ്മൾ യൂസ് ചെയ്യുക? എങ്ങനെയാണ് എത്തനോൾ ഉണ്ടാക്കുക? എത്തനോൾ ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഫെർമെന്റേഷൻ ഓഫ് ഡൈലൂട്ട് മൊളാസസ്. ഡൈലൂട്ട് മൊളാസസിനെ ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് നേർപ്പിച്ച മൊളാസസിനെ ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എത്തനോൾ ഉണ്ടാക്കുന്നത്. മൊളാസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷുഗർ കെയിനിൽ നിന്ന് ഷുഗർ മാറ്റിയതിനു ശേഷം ബാക്കി വരുന്ന ലിക്വിഡ് പോർഷനെയാണ് മൊളാസസ് എന്ന് വിളിക്കുക. സോ മൊളാസസിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല തന്നെയാണ് കേട്ടോ. എന്താണ്? C12H22 ആണ് നമ്മുടെ മൊളാസസ്. ഓക്കെ, അതിനെ ഡൈല്യൂട്ട് ചെയ്യും. ഡൈല്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? H2 ആയിട്ട് റിയാക്ട് ചെയ്യും. ഇത് ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? എത്തനോള്. പറഞ്ഞ പോലെ കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. എന്താണ്? CH2 ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. എന്താണ്? അഡീഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. അഡീഷൻ രാസപ്രവർത്തനമാണ്. ഡബിൾ ബോണ്ട് വിത്ത് ഹൈഡ്രജൻ, അഡീഷൻ റിയാക്ഷൻ. അടുത്ത നോക്കാം, ഓക്സിജൻ ഉണ്ട്. റിയാക്ടൻസ് സൈഡിൽ ഓക്സിജൻ ഉണ്ട്, ഉറപ്പിച്ച് പറയാൻ എന്തായിരിക്കും? കമ്പഷൻ ആയിരിക്കും കേട്ടോ. റിയാക്ടൻസ് സൈഡിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനമാണ്. അടുത്തത് CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് CO2. നോക്കിയടാ, ആൽക്കെയിൻ ആണ്, ക്ലോറിൻ ഉണ്ട്. ആൽക്കെയിൻ വിത്ത് ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ് കേട്ടോ. ആൽക്കെയിൻ വിത്ത് ക്ലോറിൻ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്. അപ്പൊ ഓരോ ടൈപ്പ് റിയാക്ഷനും എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് എന്റെ കുട്ടികൾ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അടുത്ത നോക്കി, അതായത് നമ്മുടെ എത്തനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, എത്തനോളിന്റെ വ്യാവസായിക നിർമ്മാണത്തിന്റെ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. എഴുതി പഠിക്കുക, അല്ലെങ്കിൽ മറന്നുപോകും. ആദ്യത്തെ നോക്കാം,
റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കോമ്പൗണ്ട് എ ആൻഡ് ബി. എയും ബിയും ഏതൊക്കെ സംയുക്തങ്ങളാണെന്ന് കണ്ടുപിടിക്കുക. ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് കേട്ടോ. എയും ബിയും എന്താണ്? ഗ്ലൂക്കോസ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് എയും ബിയും. ഇവർ ഐസോമേഴ്സ് ആണ്, അതുകൊണ്ടാണ് ഇവരെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ അവരുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ് കേട്ടോ. ദ ആൽക്കഹോൾ ഒബ്റ്റെയിൻ ഹിയർ ഈസ് നോൺ ആസ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് 8 to 10% സ്ട്രെങ്ത് ഉള്ള ആൽക്കഹോൾ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 8 to 10% സ്ട്രെങ്ത് ഉള്ള ആൽക്കഹോൾ ആണ്. ഇതിനെ നമ്മൾ വാഷ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ എത്തനോളിന്റെ പ്രിപ്പറേഷനിൽ പല ടൈപ്പ് ആൽക്കഹോളിന്റെ പേര് പറയുന്നുണ്ട്, അതിലുള്ള കണ്ടന്റ് എത്രത്തോളം ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നുണ്ട്, അതൊക്കെ പഠിച്ചു വെക്കുക. ഇവിടെ നിന്നൊക്കെ 1 വേർഡിന് എക്സ്പെക്ട് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത നോക്കാം. How can this alcohol be converted into rectified spirit? ഈ വാഷിനെ നമുക്ക് എങ്ങനെ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആക്കി മാറ്റാം? നമ്മുടെ ഈ വാഷിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ നമുക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വെച്ചാൽ, അതായത് 95.6% സ്ട്രെങ്ത് ഉള്ള എത്തനോളിന്റെ സൊല്യൂഷനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് കിട്ടുക? വാഷിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടുന്നത്. അടുത്ത് നോക്കാം. ഹൗ ക്യാൻ പവർ ആൽക്കഹോൾ ബി പ്രിപ്പയർഡ്? എങ്ങനെയാണ് പവർ ആൽക്കഹോൾ ഉണ്ടാക്കുക? അതിൽ 99% എബോ സ്ട്രെങ്ത് ഉള്ള എത്തനോളിനെ നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കും. ഈ അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും തമ്മിൽ മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ ആൽക്കഹോൾ കിട്ടും. 5 to 8% എത്തനോയിക് ആസിഡ് ഈസ് നോൺ ആസ് വിനീഗർ അല്ലെങ്കിൽ അസെറ്റിക് ആസിഡ് എന്നാണ് വിളിക്കുക കേട്ടോ. 5 to 8% എത്തനോയിക് ആസിഡ് സ്ട്രെങ്ത് ഉള്ള എത്തനോയിക് ആസിഡിനെയാണ് വിനീഗർ അല്ലെങ്കിൽ അസെറ്റിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എത്തനോൾ ഈസ് വെരി ഇമ്പോർട്ടന്റ് സോൾവെന്റ്, ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ഇൻ സോൾവെന്റ് ഇൻഡസ്ട്രി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോൾവെന്റ് ആണ് ആരെ എത്തനോൾ എന്ന് പറയുന്നത്. നെയിം 8 to 10% എത്തനോൾ. 8 to 10% ഉള്ള എത്തനോളിനെ നമ്മൾ വാഷ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ഡീനാച്ചുർഡ് സ്പിരിറ്റ്? അതായത് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ എത്തനോൾ നമ്മൾ പോയിസൺ ചേർക്കും. അങ്ങനെ പോയിസൺ ആഡ് ചെയ്തിട്ടുള്ള എത്തനോളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡീനാച്ചുർഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. റൈറ്റ് എനി 2 യൂസസ് ഓഫ് എത്തനോൾ. എത്തനോളിന്റെ ഏതെങ്കിലും 2 യൂസ് എഴുതി വെക്കുക. എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ബിവറേജിൽ യൂസ് ചെയ്യും. കുറെ യൂസസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ബിവറേജിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിനിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. നെയിം ദ എൻസൈം പ്രസന്റ് ഇൻ ഈസ്റ്റ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ നടത്തുമ്പോൾ ഈസ്റ്റിൽ ഏതൊക്കെ എൻസൈംസ് ആണ്? അതായത് എത്തനോളിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എത്തനോളിന് ഉണ്ടാക്കുക? മൊളാസസിന്റെ ഫെർമെന്റേഷൻ നടത്തുമ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈംസിന്റെ പേരെന്തൊക്കെയാണ്? ഏതൊക്കെയാണ് അവര്? ഇൻവെർട്ടേസും സൈമേസും. ഏതൊക്കെ എൻസൈംസ് ആണ് യൂസ് ചെയ്യുക? ഇൻവെർട്ടേസും സൈമേസും. അപ്പൊ നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഈ വീഡിയോ നല്ലോണം ഇരുന്ന് കാണാം, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല. ഒരു പേൻ എടുക്കുക, പേപ്പർ എടുക്കുക, ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ അടുത്ത് ചോദിക്കുക കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.